മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. TV റിയാലിറ്റി ഷോ ജേതാവ് തുവൂരിലെ ദ്രൗപദി സുരേഷിനെ AP അനിൽകുമാർ MLA അനുമോദിച്ചു. വീട്ടിലെത്തിയാണ് MLA ഉപഹാരം നൽകി ദ്രൗപദിയെ അനുമോദിച്ചത്. രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയ TV റിയാലിറ്റി ഷോയുടെ സീസൺ 4 തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ദ്രൗപദി സുരേഷ് വിജയിയായത്. മുണ്ടേരി ഗവൺമെന്റ് സീഡ് ഫാം ജീവനക്കാരൻ സുരേഷ് നീലാംബരിയുടെയും ഷീലയുടെയും മകളായ ദ്രൗപദിക്ക് അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിനും നാട്ടുകാർക്കും അഭിമാനമായ ദ്രൗപദിയെ അനുമോദിക്കാൻ AP അനിൽകുമാർ MLAയും എത്തി. ബുധനാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ MLA തന്റെ വകയായുള്ള ഉപഹാരം ദ്രൗപദിക്ക് സമ്മാനിച്ചു. ഫ്ലവേഴ്സ് TV സംഘടിപ്പിച്ച ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മത്സരത്തിൽ ഫൈനലിസ്റ്റായി വിജയിയായത് തുവൂരിൽ നിന്നുള്ള ദ്രൗപദി സുരേഷാണ് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഒട്ടനവധി കുട്ടികൾ മത്സരിച്ച വളരെ കേരളത്തിലെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും സംഗീതം ആസ്വദിച്ചും കേട്ടും മത്സരാർത്ഥികളെ അന്വേഷിച്ചുമൊക്കെ ഭാഗമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ മത്സരം. അതുകൊണ്ട് തന്നെ അത്തരമൊരു മത്സരത്തിൽ വിജയിയാവുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അത് ദ്രൗപദി സുരേഷ് ആകാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ സന്തോഷമാണ്. തുവൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം ദ്രൗപദി സുരേഷിൻ്റെ ഈ വിജയത്തിൽ ഞങ്ങളൊക്കെ അഭിമാനിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ദ്രൗപദി സുരേഷിന് നേരുകയാണ്. എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയുമാണ് തന്റെ വിജയത്തിന് കാരണമായതെന്ന് ദ്രൗപദി പറഞ്ഞു. ഞാൻ ദ്രൗപദി സുരേഷ്. ഞാൻ ടോപ്പ് സിംഗർ സീസൺ 4 വിന്നറാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. ഇപ്പോൾ വണ്ടൂർ MLA അനിൽകുമാർ സാർ എനിക്ക് സ്നേഹോപകാരം തന്നിരുന്നു. അപ്പോൾ സാറിനോട് ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുന്നു. കോൺഗ്രസ് തുവൂർ മണ്ഡലം കമ്മിറ്റിയുടെ വകയായുള്ള ഉപഹാരവും ദ്രൗപദിക്ക് സമ്മാനിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK സുരേന്ദ്രൻ, KV സുരേഷ് ബാബു, മണികണ്ഠൻ, മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തുവൂർ.